പരിത്രണ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നതിനും പഠിക്കുന്നതിനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പരിത്രണ പ്രഭാഷണത്തിൽ ഇന്ന് ഒക്ടോബർ മാസം 5-ാം തീയതി ഞായറാഴ്ചയിലെ പഠന വിഷയമായ ദൈവജനം, ദൈവസ്നേഹ സംവേദകർ എന്നുള്ള വിഷയമാണ് നാം ധ്യാനിക്കുന്നത്. ഒക്ടോബർ മാസം 5-ാം തീയതി മാർത്തോമ സന്നദ്ധ സുവിശേഷക സംഘ ദിനമായി സഭ വേർതിരിച്ച് ആചരിക്കുകയാണല്ലോ. 1924 സ്ഥാപിതമായ സംഘടന 101 വർഷം ഫലകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. അതിൻ്റെ പ്രവർത്തകരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഇടവകളിലും ചുറ്റുപാടുകളിലും ഫലകരമായ സുവിശേഷ വേല ചെയ്യുക എന്നുള്ളതാണ് ഓരോ ഇടവക മിഷൻ യൂണിറ്റ് കൊണ്ടും സഭ പ്രതീക്ഷിക്കുന്നത്. ഈ ദിവസത്തെ വിശുദ്ധ ഏവങ്കേലിയനായി നിശ്ചയിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു ന്യായശാസ്ത്രി കർത്താവായ യേശുക്രിസ്തുവിനെ സന്ദർശിച്ച് വളരെ പ്രസക്തമായ, വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ്: നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ലോകത്തിൽ നിത്യജീവനെക്കുറിച്ച് ആഗ്രഹിക്കുകയും സ്വർഗത്തിൽ പോകാനുള്ള വഴി അന്വേഷിക്കുകയും ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ ചെറുപ്പക്കാരൻ വളരെ കാലിക പ്രസക്തിയുള്ളൊരു ചോദ്യമാണ് യേശുക്രിസ്തുവിനോട് ചോദിച്ചത്. തീർച്ചയായും അതിന് ഉത്തരം പറയുവാനായി അവകാശമുള്ള ഒരാളിനോടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു ആ യുവാവിനോട് തിരിച്ച് ചോദിക്കുന്നു: ന്യായപ്രമാണത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അയാൾ പറയുന്നു, ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും കൂടെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. കർത്താവ് അവനോട് പറയുന്ന മറുപടി: നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്നാണ്. അപ്പോൾ അവൻ മറ്റൊരു മറുചോദ്യമായി ചോദിക്കുന്നു: എൻ്റെ അയൽക്കാരനാര്? ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് മറുപടിയായി കർത്താവായ യേശുക്രിസ്തു പറയുന്ന വിശ്വപ്രസിദ്ധമായ ഒരു ഉപമയാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഓരോ ഉപമകളും ഒരു സാൽവേഷൻ സ്റ്റോറിയാണ്. വെറുതെ ഒരു കഥ പറയുകയല്ല, താൻ പറയുന്ന ഉപമകളിലൂടെ രക്ഷാ സന്ദേശം അനുവാചകരിൽ എത്തിക്കുവാനാണ് കർത്താവായ യേശുക്രിസ്തു ശ്രമിച്ചത്. തന്നോട് ചോദ്യം ചോദിച്ച ഈ ചെറുപ്പക്കാരനോട് ഒരു പേഴ്സണൽ ഇവാഞ്ചലിസം നടത്തുകയാണ് കർത്താവ്. ഒരു യാത്രക്കാരൻ യാത്ര യെരൂശലേമിലേക്ക് പോകവേ ആക്രമിക്കപ്പെടുന്ന ഒരു സംഭവമാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. കുപ്രസിദ്ധമായ ഒരു വഴിയാണ് അത് എന്ന് കേട്ടിട്ടുണ്ട്. അവിടെ താൻ ആക്രമിക്കപ്പെടുന്നു, മുറിവേറ്റവനായി അവിടെ തള്ളപ്പെടുന്നു. ഇതിനോടുള്ള ചില പ്രതികരണങ്ങളാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രതിപാദ്യം. ഈ സംഭവത്തെ വേണമെങ്കിൽ പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഈ യാത്രക്കാരൻ ചെയ്തത് അങ്ങേയറ്റം തെറ്റാണ്. ഈ കുപ്രസിദ്ധമായ വഴിയിലൂടെ, കൊള്ളക്കാർ പതിയിരിക്കുന്ന ഈ വഴിയിലൂടെ തന്നെത്താൻ യാത്ര ചെയ്തത് തെറ്റാണ്. മറ്റൊന്ന്, ഈ വഴി ഇന്നും ഇങ്ങനെ ഇട്ടിരിക്കുന്നതിന് ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താം. അല്ലെങ്കിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കേണ്ട പോലീസുകാർ അവിടെ ഇല്ലാതെ ഇരുന്നതിനെയും നമുക്ക് കുറ്റപ്പെടുത്താം. ഇങ്ങനെ പല ന്യായീകരണങ്ങൾ ഒക്കെ പറഞ്ഞ് ഒഴിയാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ ഇവിടെ ഇതാ മുറിവേറ്റതായ മനുഷ്യൻ നിസ്സഹായനായി കിടക്കുകയാണ്. അപ്പോൾ അതുവഴിയായി ഒരു പുരോഹിതൻ വരുന്നു. പുരോഹിതൻ ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കുവാനായി നിയോഗിക്കപ്പെട്ട ആളാണ്. തൻ്റെ ജീവിതം, തൻ്റെ ആയുസ് ദൈവത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ച ആളാണ് പുരോഹിതൻ. ഈ മുറിവേറ്റ ആളെ കണ്ടിട്ട് പുരോഹിതൻ മറുവഴിയായി കടന്നു പോകുന്നു. ഒന്നും പോസിറ്റീവായി ചെയ്യുന്നില്ല. അതിന് പല ന്യായീകരണങ്ങൾ പറയാനുണ്ടാകാം. തനിക്ക് തൻ്റെ പ്രവർത്തന സ്ഥലത്ത് സമയത്ത് എത്തേണ്ടതാണ്, അല്ലെങ്കിൽ ഇദ്ദേഹം മരിച്ചു കിടക്കുകയാണെങ്കിൽ മൃതശരീരത്തെ തൊട്ടാൽ താൻ അശുദ്ധനാകും, അല്ലെങ്കിൽ കൊള്ളക്കാർ അവിടെ പതിയിരിപ്പുണ്ടെങ്കിൽ താനും അക്രമത്തിന് വിധേയനാകുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് മാറി രക്ഷപ്പെട്ട് പോകുവാനായിട്ടാണ് പുരോഹിതൻ ശ്രമിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം എന്തിനാണ് മുൻഗണന നൽകുന്നത്? തെറ്റായ മുൻഗണന പാപമാണ്. വില്യം കേരിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. സെറാംപൂരിൽ താമസിച്ചിരുന്ന അദ്ദേഹം ഒരിക്കൽ കൽക്കട്ടയിലെ സെൻറ്റ് പോൾസ് കത്തീഡ്രലിൽ ഞായറാഴ്ച ആരാധനയ്ക്ക് വചനഘോഷണത്തിനായി ക്ഷണിക്കപ്പെട്ടിരുന്നു.
അദ്ദേഹം സെറാംപൂരിൽ നിന്നും വരുന്ന വഴിയിൽ കൽക്കട്ടയിലെ ഒരു ഗ്രാമത്തിൽ, ബംഗാളിലെ ഒരു ഗ്രാമത്തിൽ ഒരു സതി നടക്കുന്നതിനുള്ള ചട്ടവട്ടങ്ങൾ ക്രമീകരിക്കുന്ന അദ്ദേഹം കണ്ടു. തലേ ദിവസം സതി നിർത്തലാക്കിക്കൊണ്ട് വില്യം ബെന്റിക് പ്രഭു ഓർഡർ ഇറക്കിയിരുന്നതാണ്. അതിൻ്റേതായ ഓർഡർ പോലീസ് സ്റ്റേഷനുകളിലും ഒക്കെ എത്തുന്നതേ ഉള്ളൂ. അതിനു മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ഇത് കണ്ട ഉടനെ തന്നെ അദ്ദേഹം അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയും അധികാരികളെ വിവരം അറിയിക്കുകയും അവരുടെ ഇടപെടൽ മൂലം ആ സതി നടത്താതെ ആ സ്ത്രീയെ രക്ഷിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും സെൻറ്റ് പോൾസ് കത്തീഡ്രലിലെ ആരാധന സമയം കഴിഞ്ഞിരുന്നു. താൻ ചെയ്തേണ്ട കാര്യമാണ് ചെയ്തത് എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് വില്യം കേറി അത് ചെയ്തത്. പുരോഹിതന് ശേഷം അതുവഴി കടന്നു വന്നത് ഒരു ലേവ്യക്കാരനാണ്. അദ്ദേഹവും ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളാണ്, ദേവാലയ കാര്യങ്ങളിൽ തൽപരനാണ്. അദ്ദേഹവും ഒന്നും ചെയ്യാതെ കടന്നു പോവുകയാണ്. തുടർന്നാണ് ഒരു ശമരിയാക്കാരൻ അതുവഴി വരുന്നത്. ശമരിയാക്കാരൻ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ശത്രുവാണ്. ആ ശമരിയാക്കാരൻ ഈ മുറിവേറ്റ് കിടക്കുന്ന ആളിനെ കണ്ട് അതേത് മതമാണെന്നോ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെന്നോ ഒന്നും നോക്കാതെ തൻ്റെ വാഹന മൃഗത്തിൽ നിന്നും ഇറങ്ങി അടുത്ത് വന്ന് മുറിവേറ്റ് കിടക്കുന്നവനെ പരിചരിക്കുകയും അദ്ദേഹത്തെ തൻ്റെ വാഹന മൃഗത്തിലേറ്റി സത്രത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. കൊണ്ടെത്തിച്ചതിന് ശേഷം അദ്ദേഹം ഒരു തുക അവിടെ നൽകുന്നു. ആ തുക 3 മാസം ജീവിക്കുന്നതിന് പര്യാപ്തമായ തുകയാണെന്നാണ്. അപ്പോൾ ഈ കിടക്കുന്ന മനുഷ്യനെ സ്നേഹിച്ചതായ ഈ ശമരിയക്കാരൻ അവിടെ ലാവിഷായി സ്നേഹം പ്രകടിപ്പിക്കാൻ, ദൈവസ്നേഹം ഇങ്ങനെ ലാവിഷായി നമുക്ക് ലഭിക്കുന്നതാണ്. ഒന്നും നോക്കാതെ, കണക്ക് നോക്കാതെ സ്നേഹിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഇവിടെ നല്ല ശമരിയാക്കാരൻ കാണിക്കുന്നത്. എന്നിട്ട് ആരാണ് ഇവരുടെ അയൽക്കാരൻ എന്ന് ചോദിച്ചപ്പോൾ ഈ ശമരിയാക്കാരനാണ് അയൽക്കാരൻ എന്ന് കർത്താവ് അദ്ദേഹം മറുപടി പറയുമ്പോൾ കർത്താവ് പറയും, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ ഈ ആദ്യം പോയ 2 പേരും നിത്യജീവൻ അവകാശികളല്ല എന്നും, മൂന്നാമത് ഈ മുറിവേറ്റ് കിടക്കുന്ന ആളിനെ ശുശ്രൂഷിച്ച് സ്നേഹിച്ച ചെലവിട്ട ആ ശമരിയക്കാരനാണ് സ്വർഗരാജ്യത്തിന് അവകാശിയെന്നുമാണ് കർത്താവ് തൻ്റെ ഉപമയിലൂടെ മറുപടി പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ വൈകാരികമായ തലത്തിൽ മാത്രം നിൽക്കാതെ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടവരായി മറ്റുള്ളവരെ അയൽക്കാരനെന്ന് കരുതി, സ്നേഹിതരെന്ന് കരുതി ശുശ്രൂഷിക്കുവാനായി നാം നിയോഗിക്കപ്പെട്ടവരാണ്. നാം ആരും സുവിശേഷകരല്ലെങ്കിൽ തന്നെ, സുവിശേഷകരാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ തന്നെ സുവിശേഷീകരണം നമ്മളിലൂടെ സാധ്യമാകണം. അത് സാധ്യമാകുന്നത് ദൈവസ്നേഹം നമ്മിൽ നിറയുമ്പോഴാണ്. ആരാണെന്ന് നോക്കാതെ, മുഖം നോക്കാതെ മറ്റുള്ളവരെ അയൽക്കാരനെന്ന് കണ്ട് സ്നേഹിച്ച് ശുശ്രൂഷിക്കുന്നതാണ് സുവിശേഷ വേലയിൽ നാം ചെയ്യേണ്ടത്. അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ മാർത്തോമാ സന്നദ്ധ സുവിശേഷക സംഘ ദിനത്തിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും ദൈവസ്നേഹം അവരിലേക്ക് സംവേദനം ചെയ്യുന്നതിനും നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ സഹായിക്കട്ടെ.